ആലുവയിൽ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് കണ്ടെത്തൽ. 2023 കൊല്ലം ഓച്ചിറ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസിലും ഇയാൾ പ്രതിയായിരുന്നു. അഭിജിത്തിനെ സഹായിച്ച ഡൽഹിയിലെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യും. പെൺകുട്ടിയുമായി ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞത് ഇയാളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം പൂനെയിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടിയെയും പ്രതിയെയും പോലീസ് ആലുവയിലെത്തിച്ചു. ശരൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശരൺ, ഈ പെൺകുട്ടിയും അഭിജിത്തും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയം എന്നൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഇയാൾക്ക് നേരത്തെ ഒരു ലഹരി കേസിൽ തന്നെ ഇയാൾ പ്രതിയാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവം കൂടുകയാണ്. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്? ആ പെൺകുട്ടി വല്ല മൊഴിയും നൽകിയിട്ടുണ്ടോ? റോഷ്നി, അതീവ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് ഇത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതിയായ അഭിജിത്തിനെതിരെ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ 5-6 മാസമായിട്ട് ഇയാൾ ചെറായിൽ ഐസ്ക്രീം കച്ചവടം നടത്തുകയായിരുന്നു. അതിനു മുൻപ് കൊല്ലം അടക്കമുള്ള വിവിധയിടങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇയാൾക്കെതിരെ ഒരു കേസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. അത് 2023 ലഹരി കൈവശം വച്ചതിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന്റെ വിശദാംശങ്ങൾ ആലുവ വെസ്റ്റ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇയാൾക്ക് കൂടുതൽ കേസുകൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെയാണ് ഇയാളുടെ ഡൽഹിയിലെ സുഹൃത്തിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പെൺകുട്ടി ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷം പൂനെയിലേക്കാണ് പോകുന്നത്. അതിന് പിന്നാലെ ഈ ഡൽഹിയിലേക്ക് ഈ പെൺകുട്ടിയുമായിട്ട് വരാൻ ആവശ്യപ്പെട്ടത് ഈ സുഹൃത്താണ്. അപ്പോൾ ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്താണ് എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പ്രതി ആയ അഭിജിത്തിനെയും ഒപ്പം ഈ പെൺകുട്ടിയെ 12 വയസ്സുകാരിയെയും പൂനെയിൽ നിന്നാണ് നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ആലുവ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ അഭിജിത്തിന്റെ ചോദ്യം ചെയ്യലിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്നത് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത അഭിജിത്തിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അതിൽ വ്യക്തത വരുത്താൻ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈദ്യപരിശോധന പൂർത്തിയായിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് പെൺകുട്ടിയെ കൈമാറുക. ശരി, എസ് എസ് ശരണാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.